നമസ്കാരം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ വേഷഭൂഷണം ശാലീനമായി സൂക്ഷിക്കുക എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ആഴത്തിലുള്ളൊരു ചിന്തയാണിത്, അല്ലേ? നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് വെറുമൊരു തുണിക്കഷണമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സ്വഭാവത്തെയും വരെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. നിങ്ങളെപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തു ധരിക്കുന്നുവെന്നത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമോ? തീർച്ചയായും. അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്നൊരുമിച്ച് കണ്ടെത്താൻ പോകുന്നത്. ശരി, നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും. അവയ്ക്ക് നമ്മുടെ ആരോഗ്യത്തിൽ നേരിട്ടൊരു സ്വാധീനം ചെലുത്താൻ കഴിയും. പക്ഷേ നമ്മൾ പലപ്പോഴും ഈയൊരു കാര്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ എല്ലാ തുണിത്തരങ്ങളും ഒരുപോലെയല്ല. കോട്ടൺ, ഖാദി പോലെയുള്ള പ്രകൃതിദത്തമായ തുണിത്തരങ്ങൾ നമ്മുടെ ചർമ്മത്തിന് ശ്വാസമെടുക്കാൻ അവസരം കൊടുക്കും. വായുസഞ്ചാരം നന്നായി നടക്കും. എന്നാൽ സിന്തറ്റിക് വസ്ത്രങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അവ വായു കടത്തിവിടുന്നത് കുറയ്ക്കും, ശരീരത്തിലെ ഈർപ്പം പിടിച്ചു നിർത്തും. ഇത് പലപ്പോഴും ചർമ്മത്തിന് അസ്വസ്ഥതകളുണ്ടാക്കാൻ കാരണമായേക്കാം. ഇനി അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നോക്കൂ. ശരീരത്തിലെ രക്തയോട്ടം സുഗമമാക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ കൈകാലുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വതന്ത്രമായി ചലിപ്പിക്കാം. ചുരുക്കി പറഞ്ഞാൽ, സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശരി, ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം: ലാളിത്യം. വസ്ത്രധാരണത്തിലെ ലാളിത്യം എങ്ങനെയാണ് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുന്നത് എന്ന് നോക്കാം. ഇതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? യഥാർത്ഥ സൗന്ദര്യം എന്നത് എവിടെയാണ് കുടികൊള്ളുന്നത്? വില കൂടിയ വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലുമാണോ? അല്ല, യഥാർത്ഥ സൗന്ദര്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ നല്ല ഗുണങ്ങളിൽ നിന്നും നമ്മൾ നയിക്കുന്ന ആരോഗ്യകരമായ ജീവിതത്തിൽ നിന്നുമാണ് ആ സൗന്ദര്യം പ്രകാശിക്കുന്നത്. പുറമേയുള്ള അലങ്കാരങ്ങൾക്ക് അത് നൽകാൻ കഴിയില്ല. ലളിതമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ പണം ലാഭിക്കാം, ഒരുപാട് സമയം ലാഭിക്കാം, എന്നും രാവിലെ എന്ത് ധരിക്കണമെന്നാലോചിച്ച് തലപുകയ്ക്കേണ്ടി വരില്ല. മറ്റുള്ളവരുമായി ഒരു അനാവശ്യ മത്സരവും വേണ്ട. ഇതിനെല്ലാമുപരി നമുക്ക് നല്ല മാനസിക സമാധാനം ലഭിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വസ്ത്രധാരണം എങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും ഭാഗമാകുന്നു എന്നതാണ്. നമ്മുടെ വസ്ത്രം നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ജീവിതത്തിലെ ഈ സംഭവം വളരെ പ്രചോദനകരമാണ്. വലിയൊരു ഗവർണറെ കാണാൻ പോകുമ്പോഴും അദ്ദേഹം സ്വന്തം നാടിന്റെ വേഷമായ ധോത്തി ധരിക്കാൻ മടിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു, ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു. ലോർഡ് കാർമൈക്കിളിന്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇന്ത്യയിലെ കടുത്ത ചൂടിലും ബ്രിട്ടീഷുകാർ അവരുടെ വേഷം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അത് അവരുടെ ദേശീയ സ്വത്വത്തിന്റെ ഭാഗമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അതുപോലെ മഹാത്മാഗാന്ധിയുടെ കാര്യം ഓർത്തുനോക്കൂ. ലണ്ടനിലെ കൊട്ടാരത്തിൽ ചക്രവർത്തിയെ കാണാൻ അദ്ദേഹം പോയത് ആ ലളിതമായ ഒറ്റമുണ്ടിലായിരുന്നു. ആ ലാളിത്യം ഒരു കുറവായിരുന്നില്ല, മറിച്ച് ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒരുമിച്ച് ചേർക്കാം. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു വിവേകപൂർണമായ സമീപനം സ്വീകരിക്കാം എന്ന് നോക്കാം. ശരി, അപ്പോൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വയ്ക്കാം. ഒന്നാമത്തേത് ആരോഗ്യം. എപ്പോഴും ശരീരത്തിന് ഗുണകരമായത് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തേത് ലാളിത്യം. നമ്മുടെ ജീവിതം ലളിതമാക്കുന്നവ തിരഞ്ഞെടുക്കുക. മൂന്നാമത്തേത് വ്യക്തിത്വം. നമ്മുടെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ഈ തത്വങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും ഒരുപോലെ പ്രധാനമാണ്. അവരെ ഭാരമുള്ളതും ഇറുകിയതുമായ വസ്ത്രങ്ങൾ അണിയിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് ഓടിച്ചാടി കളിക്കാനും പ്രകൃതിയോടിണങ്ങി വളരാനും സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ നൽകാം. ഈ വാക്കുകൾ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലാളിത്യത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. അത് വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു തത്വമാണ്. അപ്പോൾ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മളിവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ അലമാര തുറക്കുമ്പോൾ അതിലെ വസ്ത്രങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം.